ലൈവിലുണ്ടാക്കി കാണിച്ചിരുന്നു. പിന്നെ അധികം പഴുക്കരുത്, ഒത്തിരി പഴുപ്പ് കൂടരുത്. നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് നമുക്കൊരു എന്താ പറയുക, കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിലുള്ള പഴമായിരിക്കണം. പഴുത്ത തന്നെ, പക്ഷേ ഒത്തിരി പഴുപ്പ് കൂടാൻ പാടില്ല. അതായത് ഞെട്ടിൽ ഒരു ഏകദേശം ഒരു ലൈറ്റ് പച്ച, അതായത് പച്ച വിടുന്നൊരു സമയമുണ്ടല്ലോ, അതെടുത്തിട്ട് ആ പഴം എടുത്ത് പുഴുങ്ങുക, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുക, ആവിയിൽ പുഴുങ്ങിയെടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് പുഴുങ്ങിയിട്ട് പിന്നെ അത് സ്പൂണൊക്കെ വെച്ചിട്ട് തവി വെച്ചിട്ടോ ഉടച്ചെടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ് നമ്മൾ ചേർക്കുന്നത് തേങ്ങ, പഞ്ചസാര, ഏലക്കായ പൊടി, പിന്നെന്താ കുറച്ച് കാഷ്നട്ട്, അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ട് നുറുക്കിയിടും. എന്നിട്ട് അത് ഇങ്ങനെ ഫില്ലിങ് വെറുതെ അങ്ങനെ നടക്കില്ല, തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. എന്നിട്ട് പഞ്ചസാരയും തേങ്ങയും കൂടെ ഒരു ഒട്ടുന്ന ഒരു പരുവം വരണം, ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റിക്കാവുന്ന പരുവം. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, പിന്നെ കേടാകാതെ ഇരിക്കും കുറച്ച്